all, welcome to once. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ പല കൺസെപ്റ്റുകളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിന് മുന്നേ വളരെ കോമൺ ആയിട്ട് കേട്ടുവരുന്ന ഒരു കമ്പനിയുടെ ഒരു കഥയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഫോസിസ്. ഇപ്പോൾ ഇൻഫോസിസിൻ്റെ HR മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ വേൾഡിലുള്ള പല ഹ്യൂമൻ റിസോഴ്സ് സർവേകളും ദ ബെസ്റ്റ് എന്നാണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ദ ബെസ്റ്റ് എന്നാണ് അവരെല്ലാവരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫോസിസ് എന്ന ഒരു കമ്പനിയിൽ അവർ ഈ റിക്രൂട്ട്മെൻ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവരെടുക്കുന്ന എംപ്ലോയീസ്, അവരുടെ പുതിയ റിക്രൂട്ട്സ്, അവർക്ക് ലേണബിലിറ്റി ഉണ്ടോ എന്നാണ് അവർ മെയിൻലി ചെക്ക് ചെയ്യുക. അതായത് അവർക്ക് കിട്ടുന്ന കാൻഡിഡേറ്റ്സിന് ലേണബിലിറ്റി ഉണ്ടോ, അതായത് അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടോ, പുതിയ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് അവർ ആദ്യം നോക്കുന്നത്. ഒരു റിക്രൂട്ട്മെൻറ്റിന് കോളേജസിലൊക്കെ പോകുമ്പോൾ, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ ആ കുട്ടികൾക്ക് പുതിയ കാര്യങ്ങളോട് ഒരു അഡാപ്റ്റബിലിറ്റി, ഒരു ഫ്ലെക്സിബിലിറ്റി, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ലേണബിലിറ്റി ഉണ്ടോ എന്നാണ് അവരാദ്യം നോക്കുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് അവരുടെ കമ്പനിയിൽ തന്നെ അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കണ്ടിന്യൂസ് ലേണിംഗ് ത്രൂ ട്രെയിനിങ്. അവർ കൂടുതൽ എപ്പോഴും റെഗുലർ ഇൻ്റർവെൽസിൽ ട്രെയിനിങ്സ് കൊടുത്ത് അവരുടെ ആ ഒരു പൂളിനെ, ആ ഒരു എംപ്ലോയി പൂളിനെ അവരെപ്പോഴും കണ്ടിന്യൂസ് ലേണിങ്ങിന് ഇങ്ങനെ കണ്ടിന്യൂസ് ലേണിംഗ് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻലി അവരെ മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. അവർ ലേണബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സിനെ നോക്കി ചൂസ് ചെയ്യും, എന്നിട്ട് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവർക്കിങ്ങനെ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കും, സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കും. അതിനുള്ള ട്രെയിനിങ് ഹബ്ബൊക്കെ അവർക്കുണ്ട്. നിങ്ങളിപ്പോൾ ജോലി കിട്ടിയിട്ട് ഇൻഫോസിസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവരുടെ ബാംഗ്ലൂരിലുള്ള ഗ്ലോബൽ എഡ്യൂക്കേഷൻ സെൻറ്ററിലായിരിക്കും ആദ്യം നിങ്ങൾ എത്തുന്നത്. അവിടെ അവർ ഇത്രയും ആൾക്കാർ, എത്ര ആൾക്കാർ വന്നാലും അവരെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു ഫുൾ സെറ്റപ്പ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അതിനെ മാപ്പ് ചെയ്യാനായിട്ട് ഇവരുടെ ഈ ഒരു പ്രൊഫീഷ്യൻസി അല്ലെങ്കിൽ ഇവരുടെ ലേണബിലിറ്റി, ഇവരുടെ സ്കില്ലൊക്കെ മാപ്പ് ചെയ്യാനായിട്ട് അവർ കമ്പിറ്റൻസി മാപ്പിംഗ് സിസ്റ്റം കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്പനി അവരുടെ എംപ്ലോയീസിനെ ട്രാക്ക് ചെയ്യാനും എംപ്ലോയീസിനെ എടുക്കാനും ആ എംപ്ലോയീസിൻ്റെ ട്രെയിനിങ്ങിനും മറ്റ് പെർഫോമൻസ് മാനേജ്മെൻറ്റിനുമായിട്ട് പൊതുവേ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. അപ്പോൾ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് എന്ന്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഹ്യൂമൻ എന്ന് വെച്ചാൽ മനുഷ്യൻ, റിസോഴ്സ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് റിസോഴ്സസ് പല ടൈപ്പ് ഉണ്ട്. ഫിസിക്കൽ റിസോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. എന്താണ് ഫിസിക്കൽ റിസോഴ്സസ്? മണി, മെഷീൻ, മെറ്റീരിയൽ, ഇതൊക്കെ ഫിസിക്കൽ റിസോഴ്സസ് ആണ്. അറ്റ് ദ സെയിം ടൈം ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ സ്കിൽസ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, നോളജ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ബേസിക് ഹ്യൂമൻ റിസോഴ്സസ്, സ്കിൽസ്, നോളജ്, എബിലിറ്റീസ്, ഇതുപോലുള്ള സ്കിൽസിനെ അല്ലെങ്കിൽ റിസോഴ്സസിനെ കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഗോൾസിന് വേണ്ടി മോസ്റ്റ് എഫിഷ്യൻ്റായി യൂസ് ചെയ്യുന്നതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ ഒരൊറ്റ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന ഒരു പേരിനകത്ത് തന്നെ ഒരുപാട് പ്രോസസ്സുകളാണ് വരുന്നത്. പ്ലാനിങ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്, ഡെവലപ്മെൻ്റ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്, സെലക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് സെറ്റ് ഓഫ് പ്രോസസ്സുകളാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒറ്റ ഒരു
കൺസെപ്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ ബേസിക്കലി എന്താണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്. അതിൽ ഫിസിക്കൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെറ്റീരിയൽ, മണി ആൻഡ് മെഷീൻസ് ആണ് വരുന്നത്. ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ നോളജ്, സ്കിൽസ്, എഡ്യൂക്കേഷൻ, എബിലിറ്റി, പ്രൊഫിഷ്യൻസി പോലുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും മോസ്റ്റ് എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് എല്ലാം അച്ചീവ് ആകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ കാര്യമാണ്. സോ ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യനും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും വർക്കിൽ വരുമ്പോൾ, അപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സസിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? എല്ലാവരും ഒരുപോലെ അല്ലേ? എല്ലാവരും ജോലി എടുക്കില്ലേ? പിന്നെന്താ പ്രശ്നം? ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഗുണം വരുന്നത് ഇവിടെയാണ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിൻ്റെ പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് അപ്രീഷിയേറ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. എന്താ? അതായത് നിങ്ങൾക്കൊരു കഴിവുണ്ട്, നിങ്ങൾ വീണ്ടും ആ കഴിവിൽ ഓരോ ജോലികളായി ചെയ്യുന്നു. ഇന്ന് ഈ ദിവസം നിങ്ങൾ ഒരു ബിഗിനറായി സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ഇതേ ജോലി തന്നെ, അല്ലെങ്കിൽ ഈ കഴിവ് നിങ്ങൾ ജോലി ചെയ്ത് കുറച്ചുകൂടി പോളിഷ്ഡ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് നിങ്ങളുടെ കഴിവ് കുറഞ്ഞോ കൂടിയോ? തീർച്ചയായിട്ടും കൂടി. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഗുണം ഇതാണ്. കാലം പോകുന്ന രീതിക്ക്, എക്സ്പീരിയൻസ് കൂടുന്ന രീതിക്ക് എക്സ്പയറി ഡേറ്റ് അല്ല വരുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ചിട്ട് പ്രൊഫിഷ്യൻസി കൂടുകയാണ് ചെയ്യുന്നത്, സ്കിൽസ് കൂടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ എബിലിറ്റി കൂടി വരികയാണ്. എന്നാൽ നേരെ മറിച്ച് ഫിസിക്കൽ റിസോഴ്സസ് ഒന്ന് നോക്കിക്കേ. മണി, മെറ്റീരിയൽ, മെഷീൻസ്, ഇതൊക്കെ കാലം പോകുന്നത് വെച്ച് കുറയത്തേ ഉള്ളൂ. മെറ്റീരിയൽസ് കൺസ്യൂം ആകുന്നു, എന്നിട്ടാണ് ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. കൺസ്യൂം ആകുമ്പോൾ അവിടെ കുറയും. മെഷീൻസ് ഒരു കാലം കഴിയുമ്പം എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും അതിന്, അല്ലെങ്കിൽ മെയിൻ്റനൻസ് വേണം, അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡ് കഴിയുമ്പം അവർ ബ്രേക്ക് ഡൗൺ ആവും. പക്ഷേ ഹ്യൂമൻ റിസോഴ്സസിന് ഈ പ്രശ്നമില്ല. അത് കൂടുതൽ റിഫൈൻഡ് ആകുന്നു, കൂടുതൽ വലുതാവുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദി ഔട്ട്പുട്ട് ഈസ് ലാർജർ ദാൻ ദി ഇൻപുട്ട്. നമ്മൾ ഏതൊരു മെഷീൻ വർക്ക് ചെയ്താലും അതിന് ലോസ് ഉണ്ടാവും. അപ്പോൾ കൊടുക്കുന്ന ഇൻപുട്ട് കംപ്ലീറ്റ്ലി ഔട്ട്പുട്ടായി കൺവേർട്ട് ആകില്ല. പക്ഷേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അങ്ങനെയല്ല. ഇപ്പം ഞാൻ നിങ്ങളോട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും, എന്നിട്ട് നിങ്ങളോട് അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കൂടി അതിലിട്ടിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തരുന്ന ഇൻപുട്ടിനേക്കാളും ഔട്ട്പുട്ട് കൂടുതലാണ്. അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ഗുണം. മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി. മെഷീൻസ് ഒരു തവണ ഉപയോഗിച്ചു, പുതിയതായി ഒരു സാധനം, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ മെഷീനിനെ കൊണ്ട് പറ്റില്ല. പുതിയതായിട്ടുള്ള മെഷീൻ വാങ്ങണം, അല്ലെങ്കിൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെഷീൻ വാങ്ങണം. അപ്പോൾ അതിനനുസരിച്ച് കോസ്റ്റും കൂടും. അപ്പോൾ ഫിസിക്കൽ റിസോഴ്സസ് ഒട്ടും ഫ്ലെക്സിബിൾ അല്ല. പക്ഷേ ഹ്യൂമൻ റിസോഴ്സസ് വളരെ ഫ്ലെക്സിബിളാണ്. അതായത് ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു വ്യക്തി, അയാൾ ഒരു കോളേജിൽ പോയാലും ആ കോളേജ് മാനേജ് ചെയ്യും, ഒരു ഹോസ്പിറ്റൽ പോയാലും ആ ഹോസ്പിറ്റൽ മാനേജ് ചെയ്യും, ഒരു IT ഫേമിൽ പോവുകയാണെങ്കിൽ അവിടെ മാനേജ് ചെയ്യും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ആ സ്കില്ല് വെച്ചിട്ട്, അയാളുടെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി വെച്ച് അയാൾക്ക് ഈ ഏത് മേഖലയിലുള്ള ടീമിനെയും അയാൾക്ക് ഫ്ലെക്സിബിളായി മാനേജ് ചെയ്യാൻ കഴിയും. അപ്പം അതാണ് ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഗുണം. ഇതുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സസിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, സോ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടു.
സോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വെറുതെ ഒരു കൺസെപ്റ്റിനകത്ത് ഒതുങ്ങുന്നതല്ല, ഒരുപാട് ബ്രോഡ് പ്രോസസ്സുകൾ വരുന്ന ഒരു വിഭാഗമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം വരുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഡെവലപ്പിംഗ്, കോമ്പൻസേറ്റിംഗ്, ഇൻ്റഗ്രേറ്റിംഗ്, മെയിൻറ്റെയിനിങ്, സെപ്പറേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഫോർ അക്കംപ്ലിഷിംഗ് ഓബ്ജക്റ്റീവ്സ്. ഓരോന്നോരോന്നായിട്ട് നോക്കിയാലോ. നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് കയ്യിൽ കുറേ റിസോഴ്സസ് ഉണ്ട്. അതെവിടെ, എങ്ങനെ, ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നാദ്യം നമ്മൾ പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്യുന്ന കാര്യം നടപ്പാക്കണമെങ്കിൽ ആദ്യം ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ അത് ഓർഗനൈസ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഒരു സെറ്റ് ഓഫ് പ്രോസസ്സസ്. നടത്തിപ്പ് മാത്രം പോരാ, അത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനെ കൃത്യമായി എന്ത് ചെയ്യണം? കൃത്യമായി അതിനെ ഡയറക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് അതിനെ കൃത്യമായി കൺട്രോൾ ചെയ്യണം. ഡയറക്റ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും വേണം. പിന്നെ അത്രയും മാത്രം പോരാ, പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ഇത്രയും ചെയ്യുന്നതിനുള്ള കൃത്യമായ കോമ്പൻസേഷൻസ് കൊടുക്കുകയും ഇതിനെ എല്ലാത്തിനെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും അതോടൊപ്പം കൃത്യമായ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് റിസോഴ്സസ് കൊടുക്കുകയും ചെയ്യണം. ഫോർ വാട്ട്? ഫോർ അക്കോംപ്ലിഷിംഗ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓർ ഗോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ വളരെ ബേസിക്കും വളരെ യൂണിവേഴ്സലി അക്സെപ്റ്റബിളുമായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. വളരെയധികം ഡൈനാമിക്കും ആപ്ലിക്കേഷൻ ഉള്ളതുമായിട്ടുള്ള ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അറ്റ് ദ സെയിം ടൈം ആൻ ആർട്ട് ആൻഡ് സയൻസ്. ഒരുപാട് അപ്രോച്ചസ് ഉണ്ട്, ഒരുപാട് തിയറികളുണ്ട്, എന്നാൽ അതേസമയം അത് ഒരു ആർട്ടും കൂടിയാണ്. അത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ണിൽ കാണാൻ കഴിയില്ലെങ്കിൽ കൂടിയും ഒരു കംപ്ലീറ്റ് ഓർഗനൈസേഷൻ്റെ സോളായിട്ട് പെർഫോം ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന ഈ ഒരു കൺസെപ്റ്റ്. അപ്പോൾ കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ്സുകൾ കാണാൻ വാട്സാപ്പിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു.